നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത്ത് പടവലി. കണ്ണൂരാണ് സ്വദേശം. ഇപ്പം കണ്ണൂർ തളിപ്പറമ്പ. ഇപ്പം കാസർഗോഡ് ഉദുമയിലാണ് സെറ്റിൽഡ്. ഞാൻ 2021 ഖത്തർ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ ഒരു സ്വന്തമായൊരു മൾട്ടിപ്പിൾ കൺസെപ്റ്റോടുകൂടി ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. റെയിം ഇന്നോവേഷനാണ് അതിൻ്റെ പേരെന്ന്. റെയിം എന്ന് ഉദ്ദേശിച്ചത് രഞ്ജിത്തിൻ്റെയും വൈഫിൻ്റെ പേര് രഞ്ജിനിയാണ്ട് ആർ എന്ന കൺസെപ്റ്റിൻ്റെ ആറിൻ്റെ ലക്ഷ്യങ്ങൾ അങ്ങനെ മൾട്ടിപ്പിൾ കൺസെപ്റ്റോടുകൂടിയായിരുന്നു റെയിം ഇന്നോവേഷൻ 2022 മെയ് 24 തളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തത്. അത് മൾട്ടിപ്പിൾ ബിസിനസ് ഓഫ് ലൈൻ ഉദ്ദേശിച്ച് തന്നെയാണ് തുടങ്ങിയത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പല ഡിവിഷനിലും വർക്ക് ചെയ്യുന്നു, പല കമ്പനികളും. അപ്പോൾ ഫിനാൻസിൻ്റെ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഏകദേശം എങ്ങനെ ഒരു ബിസിനസ് റൺ ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയും പ്ലാനിങ്ങും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരുന്നു തളിപ്പറമ്പ് തുടങ്ങിയതും മൾട്ടിപ്പിൾ ആശയമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കിയതും. തുടക്കത്തിൽ അതിൽ വൻ വിജയമായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു വർഷം കൊണ്ട് തന്നെ 10-50 കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അത് 95% കസ്റ്റമേഴ്സും വിദേശ രാജ്യങ്ങളിലായിരുന്നു. പിന്നെ ഞാൻ വീടും സ്ഥലവും ആ സ്ഥാപനവും തമ്മിലൊരു ഗ്യാപ്പ് കുറച്ച് കൂടിപ്പോയി. തളിപ്പറമ്പിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വീട് കാസർഗോഡ് വഴി. അവിടുന്ന് കുറച്ചൊരു ഇത് വന്നു. എന്നാലും കസ്റ്റമേഴ്സ് അങ്ങനെ വിട്ടുപോയിട്ടൊന്നുമില്ല, മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മൾട്ടിപ്പിൾ കൺസെപ്റ്റ് വരാൻ്റെ കാരണം ഒന്നാമത് പല ഡിവിഷനിലും ഞാൻ അങ്ങനെ ഡിവിഷൻ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് ലൈൻ ഓഫ് ബിസിനസ്സിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് പറ്റുന്ന കൊറോണക്ക് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് കൊറോണ കാലഘട്ടത്തിൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ഓഫീസുകളിലെ വർക്ക് ഫ്രം ഹോമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഏത് രാജ്യത്ത് ഏത് കമ്പനീൻ്റെ വർക്കുകളും നമുക്ക് ഈ ചെറിയ കോസ്റ്റിൽ നമുക്ക് ചെയ്തു കൊടുത്തുകൂടാ എന്നൊരാശയം വന്നു. അതാണ് ബാക്ക് ഓഫീസ് വർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. അക്കൗണ്ട്സ് ആയാലും ഡാറ്റ എൻട്രി ആയാലും ആ ഒരാശയത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആയാലും സെയിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആശയം വേറെ നെക്സ്റ്റ് വന്നത്. ബാക്ക് ഓഫീസ് ഒരു ഡിവിഷൻ, അതുപോലെ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പഴയ ആ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് ഓൾമോസ്റ്റ് പോയി. ഇനി അടുത്തത് വരുന്ന ഇ-കൊമേഴ്സ് എന്നുള്ള കൺസെപ്റ്റ്. ഷോറൂമിൻ്റെ ആ ഒരു സ്റ്റൈലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല ഷോപ്പുകളും ഇ-കൊമേഴ്സിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ്സൈറ്റ് ഡിസൈനിങ്, ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, അങ്ങനെ ആ ഒരു മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ് മീഡിയയിലേക്ക് നമ്മൾ ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ ഡിവിഷൻ അതായിരുന്നു. മൂന്നാമത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ളൊരു ഏരിയയാണ് ടൂറിസ്റ്റ് ഹോസ്പിറ്റാലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ പിൽഗ്രിം ടൂറിസവും ഇവിടെ ഒരുപാട് പല രാജ്യങ്ങളിൽ നമ്മൾ പോയിട്ട് മനസ്സിലായത് കേരളത്തെ പോലെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനി വരാൻ പോകുന്ന കാലഘട്ടം ഏറ്റവും പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റേറ്റായിട്ട് മാറാൻ സാധിക്കും. അതിൻ്റെ ഇനീഷ്യൽ ഘട്ടം എന്ന നിലയിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ വിചാരിച്ചിരിക്കുന്നത് ടൂറിസം ഏരിയയിലാണ്. അതാണ് മൂന്നാമത്തെ ഡിവിഷൻ. നാലാമത് പറഞ്ഞാൽ ഞാൻ 2000 തൊട്ട് ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനിയുണ്ട് കൊച്ചിയിൽ. അത് IT മേഖലയാണ്. IT മേഖല എന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അവിടെ ഞാൻ വർക്ക് ചെയ്ത കമ്പനി, ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്പനി അതായിരുന്നു. ബാർകോഡിങ് ആയിരുന്നു അവരെ മെയിൻ പ്രൊഡക്റ്റ്. അന്ന് തുടക്കത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ബാർകോഡ് ഇംപ്ലിമെൻ്റ് ചെയ്ത കമ്പനിയാണ്. അതൊരു ഭാഗ്യമുണ്ട്, ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അന്ന് എനിക്ക് ചെറുപ്പം തൊട്ട് ടെക്നിക്കൽ സൈഡ് വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ്. പക്ഷേ ഞാൻ അബദ്ധത്തിൽ ഫിനാൻസിലേക്കാണ് പോയത്. എന്നിട്ട് ഞാൻ ആ കമ്പനി ട്രൈ ചെയ്തു എന്നെ ടെക്നോ സെയിൽസിലേക്ക് മാറ്റാൻ പറ്റി. അത് ഒരു ഘട്ടത്തിലത് നടന്നായിരുന്നു. എന്തോ അതിലൊരു തടസ്സം വന്ന് എനിക്കതിലേക്ക് പോകാൻ പറ്റില്ല. എന്നും ആ മനസ്സിൽ എനിക്ക് ആ ടെക്നോ സെയിൽസ് എന്നുള്ള ആശയം മനസ്സിലുണ്ട്. എനിക്ക് ടെക്നിക്കൽ സൈഡ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അന്നേ തോന്നി എനിക്കൊരു ബാർകോഡിങ് കമ്പനി വേണമെന്നുള്ളത്. ബാർകോഡിങ് ഒരു ആശയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉള്ള പല ആൾക്കാരും ഇന്ന് സെപ്പറേറ്റ് ഒരുപാട് കമ്പനികളെ സ്വന്തമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഈ ബാർകോഡിലേക്ക് എനിക്ക് എൻ്റെ ഒരു മനസ്സിൽ അന്നും ഇന്നും ഉണ്ടായ ഒരു ആശയമാണ് ബാർകോഡിങ്ങിൻ്റെ ഒരു കമ്പനി സ്വന്തമായിട്ടുണ്ടാകുക. അതിൽ
ടെക്നിക്കൽ സൈഡും മാർക്കറ്റിംഗ് സൈഡും എനിക്ക് അന്നത്തെ ഒരു വാശിയാണെന്നും അറിയില്ല, അത് എനിക്കൊരു മനസ്സിൽ അന്ന് തട്ടിയൊരു സംഭവമാണ്. അന്ന് ഞാൻ ആ സെയിൽസിലെ ടെക്നോ സെയിൽസിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കാണുന്ന ഒരു ഞാനായിരിക്കില്ല ഉണ്ടാവുക. ഒരു വ്യത്യസ്തമായ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയിലാണ് നിന്ന് വർക്ക് ചെയ്യുന്നത്. ആ ഒരു മനസ്സുകൊണ്ട് ഒരു പക്ഷേ ഞാൻ വേറെ ലെവലിലേക്ക് എത്തിയേനെ. ഇനിയും സമയമില്ല, വയസ്സായി, എന്നാലും പ്രശ്നമില്ല. എന്നാലും ഇനി കുറച്ച് വർഷത്തിനുള്ളിൽ ആ നഷ്ടപ്പെട്ട ആഗ്രഹിച്ചത് നഷ്ടപ്പെട്ട അതിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നുണ്ട്. അതിന് നിങ്ങളെ പരിപൂർണ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. കേരളത്തിൻ്റെ അതേമാതിരി അടുത്തതാണ് നമുക്ക് റിയൽ എസ്റ്റേറ്റ് മേഖല. പല സുഹൃത്തുക്കൾക്കും വിദേശ രാജ്യങ്ങൾ പല സുഹൃത്തുക്കളും എനിക്കുണ്ട്. എല്ലാവർക്കും അവരെ പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് പുതിയ പ്രോപ്പർട്ടി നാട്ടിൽ വെക്കേഷൻ വരുമ്പോൾ വാങ്ങിക്കണം. അപ്പോൾ ഇങ്ങനൊരു ആശയക്കുഴപ്പം. അപ്പോൾ ഏറ്റവും ഒരു സാധ്യതയുള്ള ഒരു ഏരിയയാണ് റിയൽ എസ്റ്റേറ്റ്. അത് പറഞ്ഞാൽ ഇന്ന് ഡയറക്റ്റ് റിയൽ എസ്റ്റേറ്റ് അല്ല, നമ്മളതും ഒരു ഓൺലൈൻ കൺസെപ്റ്റോടുകൂടിയാണ് റിയൽ എസ്റ്റേറ്റ് വരുന്നത്. കേരളത്തിൻ്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഏരിയയിലെ പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിക്കുകയും വിൽക്കുകയും സഹായിക്കുന്ന ഒരു ഏജൻസിയായിട്ട് നമ്മൾ ഇന്ന് കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളൊരു ആശയമുണ്ട്. അത് സത്യസന്ധമായ രീതിയിലായിരിക്കും നമ്മളെ വർക്കുകൾ. അത് കേരളത്തിൽ ഏത് സ്ഥലത്തുണ്ടെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാൻ നമ്മളെ ആൾക്കാർ എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ആശയമായിട്ടാണ്, മൾട്ടിപ്പിൾ കൺസെപ്റ്റുമായിട്ടാണ് റെയിം ഇന്നോവേഷൻ എന്ന സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിവിഷനാണ് മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ്. അത് ഒന്ന് ബാക്ക് ഓഫീസ്, രണ്ടാമത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മൂന്നാമത് റിയൽ എസ്റ്റേറ്റ്, ടൂറിസം, അടുത്തത് ബാർകോഡിങ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇപ്പം ഞാൻ മുന്നിൽ കാണുന്നത് ബാർകോഡിങ്ങിനെ നമ്മളൊന്ന് ശരിക്കൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം പോകുന്നത്. ബാർകോഡിങ് വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതൊരു വേറൊരു കൺസേണിലാണ് ഇത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ലേബൽസൊക്കെ ഓൺ മാനുഫാക്ചറിങ് ഉണ്ട്. അത് ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കുക എന്നുള്ള ആശയത്തിലാണ് നമ്മൾ റെയിം ഇന്നോവേഷൻ ഈ വർഷത്തോടുകൂടി മാർക്കറ്റിലേക്ക് ഉള്ളത്. അപ്പോൾ നമ്മളായിട്ട് സഹായിച്ച എല്ലാവർക്കും അറിയാം, ബെസ്റ്റ് സർവീസാണ്. അപ്പോൾ നിങ്ങളോട് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കും പരസ്പരം വളരാൻ പറ്റും. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇതെൻ്റെ അനുഭവമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ സ്ഥാപനം തുടങ്ങി എന്നുള്ളൊരു ആശയം മാത്രം ഷെയർ ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.